ഹരേ കൃഷ്ണ. ഇത്തവണ ഏപ്രിൽ 15-ന്, അതായത് മേടം 2-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. സാധാരണ മേടം 1-ന് ആഘോഷിക്കാറുള്ള വിഷു ഇത്തവണ എന്തുകൊണ്ടാണ് 2-ാം തീയതിയിലേക്ക് മാറിയത്? ഇതിന് പിന്നിലെ ജ്യോതിശാസ്ത്രപരമായ കാരണം നമുക്കൊന്ന് നോക്കാം. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്നതിനെയാണല്ലോ നമ്മൾ മേടസംക്രാന്തി എന്ന് വിളിക്കുന്നത്. ഇത്തവണ ഈ സംക്രമണം നടക്കുന്നത് ഏപ്രിൽ 14-ന്, അതായത് മേടം 1-ാം തീയതി പകൽ സമയത്താണ്. ജ്യോതിഷ നിയമപ്രകാരം സൂര്യോദയത്തിന് ശേഷം സംക്രമണം നടന്നാൽ ആ ദിവസം വിഷുവായി കണക്കാക്കില്ല. പകരം സൂര്യോദയത്തിന് മുൻപേ സൂര്യൻ മേടം രാശിയിൽ എത്തി നിൽക്കുന്ന തൊട്ടടുത്ത ദിവസം വേണം വിഷുക്കണി കാണാൻ. അതുകൊണ്ടാണ് ഇത്തവണ ഏപ്രിൽ 15-ന്, അതായത് മേടം 2-ാം തീയതി വിഷു വരുന്നത്. അപ്പോൾ സംശയം വേണ്ട, ഏപ്രിൽ 15-ന് പുലർച്ചെ ഐശ്വര്യപൂർണമായ വിഷുക്കണി കണ്ട് നമുക്ക് ഈ വർഷത്തെ വരവേൽക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹരേ കൃഷ്ണ.